മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നികുതി കുടിശ്ശികയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച കേസിൽ കോൺഗ്രസിന് തിരിച്ചടി. ആദായ നികുതി അസസ്മെന്റ് റദ്ദാക്കണമെന്ന അപേക്ഷ കോടതി തള്ളി. ഡൽഹി ഹൈക്കോടതിയുടേതാണ് നടപടി. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. ആർ.കെ., ഇന്നലെ സോണിയാഗാന്ധി ഏറെ നാളിന് ശേഷം ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഏത് തരത്തിലേക്കുള്ള വേട്ടയാടൽ നടക്കുന്നു, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും പണമില്ലാത്ത അവസ്ഥ എന്നൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്താണ്? വലിയ തിരിച്ചടിയാണല്ലോ. ഇതില് ഈ അസസ്മെന്റ് റിപ്പോർട്ട് IT ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ അസസ്മെന്റ് റിപ്പോർട്ട് തന്നെ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇതാണ് നിരാകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അസസ്മെന്റ് റിപ്പോർട്ട് റദ്ദാക്കാൻ അത് ഏതെങ്കിലും ഒരു പ്രത്യേക അവകാശം കോൺഗ്രസിന് നൽകുന്നില്ല എന്ന ഒരു ന്യായമാണ് കോടതി അതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നിയമപരമായിട്ട് ഒരു ഏജൻസിയാണ്, അതിന് ഉചിതമായിട്ടുള്ള ഏജൻസി എന്ന രീതിയിൽ ആദായ നികുതി വകുപ്പാണ് നടത്തിയിട്ടുള്ളത്. ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയാണ് എന്ന ഒരു പരിരക്ഷ മാത്രം നൽകി ഇങ്ങനെയുള്ള നികുതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു ഭേദഭാവമുള്ള ഒരു നിലപാടിലേക്ക് പോകാൻ സാധിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഇതാണ് കോൺഗ്രസിന് തിരിച്ചടിയാവുകയും ചെയ്തത്. അങ്ങനെ കോൺഗ്രസിന്റെ ഈ അസസ്മെന്റ് റിപ്പോർട്ട് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ട് കൊണ്ടുള്ള അപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.